ദേശവും ഭാരം വേണ്ട യാത്ര തുടരാൻ കൺമണി പോൽ നിന്നെ കരുതിടുവാൻ വിശ്വസ്തനായ ദൈവമുണ്ട് മറന്നിടലേ. കൺമണി പോൽ നിന്നെ കരുതിടുവാൻ വിശ്വസ്തനായ ദൈവമുണ്ട് മറന്നിടലേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയം ഇതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയം ഇതു എൻ മനമേ. ആശ്രയം വെച്ചോരെല്ലാം മാറിപ്പോയാലും, ആശ്രയത്തോനായി ഭൂവിൽ തീർന്നു പോയാലും, ആശ്രയം വെച്ചോരെല്ലാം മാറിപ്പോയാലും, ആശ്രയത്തോനായി ഭൂവിൽ തീർന്നു പോയാലും, പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നിന്നെ ചേർത്തിടുവാൻ. പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നിന്നെ ചേർത്തിടുവാൻ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയം ഇതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയം ഇതു എൻ മനമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസവും കൂടി യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുവചനം കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് തന്നിരിക്കുന്ന മനോഹരമായ വിലയേറിയതായ അസുലഭമായ ഒരു അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. കാരണം ഇങ്ങനെ ചില വാക്കുകൾ പറയാൻ കാരണം നാം എന്നും ആയിരുന്നതായൊരു സാഹചര്യത്തിലല്ല ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ മനസ്സിലോർത്തു, ഗൾഫ് രാജ്യത്തിലെ ഒരു ദൈവവൈതലിൻ്റെ ഒരു വീട്, ആരെങ്കിലും ആകട്ടെ, ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസക്കാലം മുമ്പ് വരെയും അവർ രാത്രിയിൽ എങ്ങനെയായിരുന്നു? കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, ആഹാരമെല്ലാം കഴിച്ചു, വീണ്ടും കിടക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും എല്ലാം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തും സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന രാത്രികളെല്ലാം ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ. പ്രത്യേകിച്ചും ഒരിക്കലൊരു ഭീതിയുടെയോ ഭയാനകതയുടെയോ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങളെല്ലാം വളരെ സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉറങ്ങിയിരുന്ന അനേകര് വളരെ മനസ്സൊന്ന് പതറി എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന രീതിയിൽ രാത്രിയിൽ വീടുകളുടെ മുകളിൽ കൂടി മൂളിപ്പറക്കുന്നതായ മിസൈലുകളും ഡ്രോണുകളുടെ എല്ലാം ശബ്ദം അതെല്ലാം കേട്ട് അവര് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങുന്നു അല്ല, ഉറങ്ങുമ്പോഴും ഹൃദയം പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിൻ്റെ കരത്തിലെല്ലാം കൊടുത്തുകൊണ്ടും ആയിരിക്കുന്നതായ ഒരു കാലയളവാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ളവർ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പലര് ആത്മീയ സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ എല്ലാം പല സ്ഥലത്തുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സ് ആശങ്കാകുലമായിട്ടിരിക്കുന്ന ഒരു കാലയളവാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നാം കേട്ടിട്ടുണ്ട്. അന്ത്യകാലങ്ങൾ വരും, യുദ്ധങ്ങൾ വരും, യുദ്ധശ്രുതികൾ വരും, ഇതെല്ലാം വരുമെന്ന് നാം കേൾക്കുമ്പോൾ, വരുമെന്ന് കേൾക്കുമ്പോൾ ഇത് ആസന്നമാകുമെന്ന് നാം പലരും ചിന്തിക്കാൻ മനുഷ്യൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാം നാം ആശ്ചര്യമായി നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം വഹിക്കുന്നതായ, നാം ചിന്തിക്കുന്നതായ കർത്താവിൻ്റെ തിരുവചനം, ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ഏതാണ്ട് 40ഓളം വിശുദ്ധന്മാരായ വിശുദ്ധന്മാർ എഴുതി വച്ചതായ ദൈവശ്വാസീയമായ തിരുവചനം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
യെഹെസ്കേൽ പ്രവാചകൻ പ്രവാചകനും പുരോഹിതനുമായ യെഹെസ്കേൽ തൻ്റെ 38-ാം അധ്യായത്തിൽ റോസ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗിനെക്കുറിച്ചും മാഗോഗിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. റോസ് എന്ന് പറയുന്നത് റഷ്യയാണ്. തൂബൽ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു ഭാഗമാണ്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകം ശരിക്കും പറഞ്ഞാൽ 2 ചേരിയിലായി കഴിഞ്ഞു. ഇറാനോട് ചേർന്ന്, പേർഷ്യൻ രാജ്യത്തോട് ചേർന്ന് ചൈനയും റഷ്യയും അവരെ അണിനിരക്കുമ്പോൾ റഷ്യ റോസാണ്, ചൈന തൂബലാണ്. മറ്റു വശത്ത് സഖ്യകക്ഷികളായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഒരുമിച്ച് അണിനിരക്കുന്നതായൊരു കാഴ്ച. പക്ഷേ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭങ്ങളെ ആയിട്ടുള്ളൂ. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. നമ്മുടെ കാലയളവിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇതെല്ലാം കാണുമെന്നോ കേൾക്കുമെന്നോ നാം ചിന്തിച്ചിരുന്നുവോ? ഞാൻ ഓർക്കുന്നു, ഏതാണ്ട് ഒരു 20-25 കൊല്ലങ്ങൾക്ക് മുമ്പെല്ലാം ബൈബിൾ ക്ലാസ് പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അങ്ങ് വിദൂര ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുന്നത് പോലെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ ഇപ്പോഴോ നമ്മുടെ എല്ലാം മനസ്സിൽ ഇത് പച്ച പിടിച്ച് നിൽക്കുകയാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവും അതിനു മുമ്പ് നടക്കേണ്ടതായ ലോകമഹായുദ്ധങ്ങളും അതിനു മുമ്പ് എഴുന്നേൽക്കേണ്ടതായ ഒരു എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ആൻറ്റി ക്രൈസ്റ്റ് ഉണ്ട്. ലോക സമാധാനത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ലോക നേതാവുണ്ട്. ആദ്യത്തെ 3.5 കൊല്ലക്കാലം ഈ ലോകം എല്ലാം അനുഗ്രഹമായി, എല്ലാം സമാധാനമായി രാജാവിനെ അംഗീകരിച്ച് നല്ല പറയില്ലേ ഐശ്വര്യത്തിൻ്റെ കാലം എന്ന് ചിന്തിക്കുന്നൊരു കാലം വരും. ഇതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് ആ എതിർ ക്രിസ്തു തൻ്റെ തനി സ്വരൂപം കാണിക്കാൻ പോകുന്നത്. തന്നെ ആരാധിക്കാൻ അവൻ തൻ്റെ ബിംബം യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ അന്ന് യഹൂദൻ നെഞ്ചത്ത് കൈയടിച്ചുകൊണ്ട് അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ ചിന്തിക്കുന്നതായ ഒരു കാലയളവ് വരുന്നുണ്ട്. ഇതിനെല്ലാം മുമ്പ് ഏതോ ഒരു സമയത്ത് അവര് പറന്നുയരും. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് അങ്ങ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദിവസം വരെയും കർത്താവിൻ്റെ ആ ദിവസം വരെയും നാം എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണത്. 37-ാം വാക്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിക്കാനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അല്പസമയത്തെ ചിന്താവിഷയം ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട്. അന്ന് ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവേ, ലോകാവസാനത്തിനും നിൻ്റെ 2ാമത്തെ വരവിനും അടയാളം എന്തൊക്കെയാണ്? അവർ വളരെ സ്വകാര്യമായിട്ടാണ് കർത്താവിനോട് വന്ന് ചോദിച്ചത്. കർത്താവ് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീനെന്നും ഇതാ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും എല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭങ്ങളാണ് എന്നും ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇതിലേക്കൊന്നും അല്ല നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായ നാം അവിടെ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ടോ? സമാധാനം പുലരാൻ പോകുന്നുണ്ടോ? തീർച്ചയായും നാം സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഇതെന്നാണ് യുദ്ധം തീരാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്കല്ല വാസ്തവത്തിൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. കർത്താവ് നമ്മോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാം എല്ലാം ഈ കാലയളവിൽ ഉണർന്നിരിപ്പാൻ പറയുന്നു. ഉണർന്നിരിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങൾ, അവിടെ കർത്താവ് ഉണർന്നിരിക്കാൻ പറയുന്ന പല ഭാഗങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണ്, യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ കാതലായ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ദ ഡേ ഓഫ് ദ ലോർഡ് എന്നുള്ളതാണ്. യഹോവയുടെ ദിവസം. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും അത് തന്നെ പറയുന്നുണ്ട്, യഹോവയുടെ ദിവസം, വലുതും ഭയങ്കരവുമായൊരു ദിവസം. പ്രിയപ്പെട്ടവരെ, ലോകം ഇനി ഞെട്ടിവരയ്ക്കാൻ പോകുന്നതായൊരു ദിവസം, യാത്രയിലായിരിക്കുന്ന പലരെയും കാണാതെ പോകുന്നതായൊരു ദിവസം, 2 പേർ കിടക്കയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരാളെ കാണാതെ പോകുന്നതായ ഒരു ദിവസം, വാഹനങ്ങളിൽ നിന്ന് പലരെയും കാണാതെ പോകുന്നതായൊരു ദിവസം,
ജോലി സ്ഥലത്ത് അനേകർ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ കാണാതെ പോകുന്നതായൊരു ദിവസം, വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഡ്രൈവർമാരെ കാണാതായി പോകുന്നതായ ഒരു ദിവസം, ഒരു ഭയങ്കരമായ ദിവസം. അന്ന് സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടു പോകുന്ന ഒരു ദിവസം, വലിയൊരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ലാതെ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ഇത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം, നിങ്ങൾ പുറമേ ഭക്തി കാണിക്കുന്നുണ്ട്. പുറമേ ആർക്കാണ് ഭക്തി കാണിക്കാൻ പാടില്ലാത്തത്? നല്ല ദൈവാലയങ്ങളിൽ പോകുന്നവരുണ്ട്. ഇപ്പോൾ നോമ്പിൻ്റെ കാലങ്ങളിലെ കൊത്തിന ഞായറാഴ്ച കഴിഞ്ഞു, ഗർഭോ ഞായറാഴ്ച കഴിഞ്ഞു, ഇനി ചെറിയോ ഞായറാഴ്ച, സമയോ ഞായറാഴ്ച, പിപ്തോ ഞായറാഴ്ച, ജ്ഞാനായത്തോ ഞായറാഴ്ച ഉണ്ടല്ലോ, ഓശാന ഞായറാഴ്ച. ഇങ്ങനെ ഓരോരോ ഞായറാഴ്ചകൾ നാം കടന്നു പോകാൻ തുടങ്ങുകയാണ്. ഈ ദിവസങ്ങളെല്ലാം ഏതോ ഒരു വലിയൊരു ആത്മീയ ഭാവത്തോടെ, പറ്റുമെങ്കിൽ വെജിറ്റേറിയൻ മാത്രം ആഹാരം കഴിച്ച് പാല് പോലും ഉപേക്ഷിച്ച് അങ്ങനെയെല്ലാം ജീവിക്കുന്നവരുണ്ട്. പുറമേയുള്ള ഭക്തിയുണ്ട്, അധരങ്ങളിൽ ഭക്തിയുണ്ട്. എന്നാൽ ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അധരങ്ങളിൽ ഭക്തിയുള്ളവർ പോലും അവർക്ക് സ്തോത്രം എന്ന വാക്ക് കേൾക്കുന്നതോ ഹാലേലുയ എന്ന വാക്ക് കേൾക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ഇടവകപ്പള്ളിയായ എൻ്റെ ഓർത്തഡോക്സ് പള്ളിയിലേക്ക് ഞാൻ ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഈ കറുത്ത ബൈബിൾ ഉണ്ടല്ലോ, ഈ തേജസ്സിൻ്റെ പുസ്തകം, ഇതുമായി ഞാനൊന്ന് കടന്നു ചെന്നാൽ എങ്ങനെയായിരിക്കും ആളുകളുടെ മുഖഭാവം? ഇല്ലേ? കാരണം ഞാനൊരു എയർപോർട്ടിൽ വിമാനം കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്നു. ഒരു 25,000 രൂപ വിലയുള്ള, അല്ലെങ്കിൽ 50,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കാനോ അതിലേക്ക് നോക്കിയിരിക്കാനോ മനുഷ്യന് വലിയ അഭിമാനമാണ്. എന്നാൽ ഈ ബൈബിൾ വേറെ ഏത് പുസ്തകവും കയ്യിൽ പിടിക്കാം, പക്ഷേ ഈ ബൈബിൾ കയ്യിൽ പിടിക്കാൻ അഭിമാനിക്കുന്ന ഒരാളാണോ ക്രിസ്ത്യാനിയായ സഹോദര നീ എന്ന് ചിന്തിക്കൂ. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവസാനത്തെ അധ്യായം 28-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് ദൂരെ അകന്നിരിക്കുന്ന ചില മാനുഷികമായ കൽപ്പനകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണ് അനേകരുടേതും. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, ഭക്ഷണത്തിന് ഒരു നിയന്ത്രണമില്ലാത്ത മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ തലമുറയിൽ ഭക്ഷണക്രമം അത് എത്രയോ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്നു ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഇന്ന് മനുഷ്യൻ, ഇന്നത്തെ തലമുറയിലെ ഭക്ഷണ രീതി മാത്രമല്ല, അത് വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണെങ്കിൽ പോലും ഭക്ഷണക്കൊതി മാരകമായ പാപങ്ങളിലൊന്നാണ്. ബില്ലി ഗ്രഹാം എഴുതിയതായ 7 മാരക പാപങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു പാപമാണ് അമിതമായ ഭക്ഷണത്തോടുള്ള ആസക്തി. 2, മദ്യപാനത്താലും, മദ്യപാനം മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്നതായ, മനുഷ്യനെ മൃഗമാക്കി തീർക്കുന്നതായ മദ്യപാനവും അശുദ്ധിയും അഥവാ സെക്സും ഒരുമിച്ച് യാത്ര ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതാ മദ്യപാനത്തിൻ്റെ അളവ് കൂടി വരുമ്പോൾ അത് വേണ്ടാത്ത ബന്ധങ്ങളിലേക്കും വേണ്ടാത്ത ജീവിതചര്യകളിലേക്കെല്ലാം പോകും, കുടുംബ ബന്ധങ്ങളെ താളം തെറ്റിക്കും. എന്നാൽ ഇത് രണ്ടുമില്ലെങ്കിൽ പോലും കർത്താവ് പറയുകയാണ്, ഉപജീവന ചിന്തകൾ അതിൽ നിന്ന് ഞാനും മാറി നിൽക്കുന്നു ഞാൻ പറയുന്നില്ല. ഞാനൊരു വിശുദ്ധനായി എന്നോ തികഞ്ഞവനായി എന്നോ പറയുകയില്ല. എനിക്ക് 2 മക്കളുണ്ട്, ഒരാൾ നാട്ടിലുണ്ട്, ഒരാൾ വിദേശത്താണ്. എനിക്ക് ചിലപ്പോൾ ആകുലങ്ങൾ വരാറുണ്ട്, ഭാരങ്ങൾ വരാറുണ്ട്. പക്ഷെ ഞാനത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. കർത്താവിൻ്റെ കരത്തിലേക്ക് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കരത്തിലേക്ക് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പറയുന്നു, ഉപജീവന ചിന്തകൾ. എങ്ങനെ ഞാൻ ജീവിക്കും? എൻ്റെ കാര്യം എന്താകും? എൻ്റെ കടഭാരം എങ്ങനെയാകും? അയ്യോ, നാളെ എൻ്റെ ഭാവി എന്തായിത്തീരും? ഇങ്ങനെയുള്ള ഓരോരോ ഉപജീവന ചിന്തകൾ. ഈ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കും? ഇങ്ങനെയുള്ള ചിന്തകളുള്ള മനുഷ്യരുണ്ട്. എന്തു പറ്റുന്നു? അവരുടെ ഉള്ളം അത് ഭാരപ്പെടുന്നു. ആ ഭാരമുള്ള ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹം ഇറങ്ങി വരികയില്ല. നിങ്ങളിപ്പോൾ ആ ഭാരത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കയറുകയില്ല സഹോദരി, ഒരിക്കലും കയറുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. അത്രയേ വേണ്ടത്. ദൈവത്തോട് അറിയിക്കുക, ദൈവസന്നിധിയിൽ പോയിരിക്കുക.
കർത്താവ് തന്നെത്താനെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ ആ വയലിലെ താമരയൊന്ന് നോക്ക്, അത് തന്നെത്താനെ വല്ലതും ചമയ്ക്കുന്നുണ്ടോ, തന്നെത്താനെ വല്ലതും ഒരുങ്ങുന്നുണ്ടോ? ഇന്ന് ഇത് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുന്ന മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, നിങ്ങളൊന്ന് നോക്ക്, ആ താമരയെ ഒന്ന് നോക്ക്, ആ മുല്ലപ്പൂവിനെ ഒന്ന് നോക്ക്, ആ ലില്ലി പുഷ്പങ്ങളെ ഒന്ന് നോക്ക്, അവ തന്നെത്താനെ വല്ലതും ചെയ്യുന്നുണ്ടോ? ഈ താമരയെയും ഈ പുല്ലിനെയും ഈ പൂവിനെയും എല്ലാം വിശ്വാസികളെ ഞാൻ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നു എങ്കിൽ എൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യ, നിന്റെ കാര്യം മുഴുവൻ നോക്കാൻ ഞാനില്ലയോ എന്നുള്ളതായ ശബ്ദമാണ് ദൈവത്തിൻ്റെ വനം കേൾക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഭാരപ്പെടുത്താൻ വേണ്ടിയോ നിങ്ങളെ കുഴക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഞങ്ങൾ ഈ ദൈവജനം സംസാരിക്കുന്നത്. കാരണം അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾക്കുണ്ടായ കഷ്ടങ്ങൾ, ഞങ്ങൾക്കുണ്ടായ സങ്കടങ്ങൾ അത് അനേകരെ ആശ്വസിപ്പിക്കുന്നതിന് മുഖാന്തരമായി എന്ന് പറയുന്നുണ്ട്. സ്തോത്രം, ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് എന്തെല്ലാം കഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടായി, പക്ഷെ അത് വലിയ ഉപകാരമായി. കാരണം ഒരു സമയത്ത് ദൈവത്തിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നതിന് മുഖാന്തരമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാറില്ലേ, ഞാനൊരു നായർ കുടുംബത്തിൽ ജനിച്ചു. ഞങ്ങളുടെ ബാല്യപ്രായത്തിൽ അനേകം പ്രതിസന്ധികളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കണ്ണുനീരിലൂടെ എല്ലാം കടന്നുപോയി. അച്ഛൻ ആത്മഹത്യ ചെയ്തു, ഞങ്ങൾ അനാഥരായി തീർന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം അവിടെയെല്ലാം കരം നീട്ടി മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്നു. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം നിസ്സാരരായ ഞങ്ങളുടെ അരികിൽ വരുന്നവരുടെ അരികിലേക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവം തന്നിട്ടുണ്ട്. ഏതാണ്ട് 6 കൊല്ലം മുമ്പ് ഞങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, ആക്ഷേപത്തിലൂടെ കടന്നുപോയി, കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ചെറുതായിട്ടൊക്കെ നന്നായി, എല്ലാം ദൈവജനത്തിന് ആശ്വാസമായി തീർന്നു. സ്തോത്രം പറയുകയാണ്, ആ ദിവസം സർവഭൂമിയിലുള്ള എല്ലാവർക്കും അത് സംഭവിക്കും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. സദാകാലവും എപ്പോഴും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ. സദാകാലവും എല്ലാ കാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. എപ്പോഴും പ്രാർത്ഥനയോടിരിക്കുക, ഏത് സമയത്തും പ്രാർത്ഥനയോടിരിക്കുക. നമ്മുടെ ആത്മാവ് കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതമാണെന്നുള്ള വ്യക്തമായ നിർണയത്തോടും ബോധ്യത്തോടും കൂടി ജീവിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് വന്ന് തൻ്റെ സഭയെ വിളിക്കുന്നുണ്ട്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയാരുടെ പ്രതീകമായ ശൂലമി കിടന്ന് ഉറങ്ങുകയാണ്. പറയുന്നു, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഹൃദയം, ഞാൻ ഉറങ്ങുകയാണ്, പക്ഷേ മനസ്സ് ഉണർന്നിരിക്കുന്നു. അതൊരു ലോകവിശ്വാസിയുടെ കാര്യമല്ല ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇതാണ് വായിക്കുന്നുണ്ട്, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങുന്നു. 10 കന്യകമാർ ഭൂമിയിൽ അവരെല്ലാവരും മണവാളം വരുവാൻ താമസിച്ചപ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് മയങ്ങുന്നു, പക്ഷേ മനസ്സ് ഉണർന്നിരിക്കുന്നു. കാരണം കർത്താവിൻ്റെ വരവ് നോക്കിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നോക്കിയിരുന്നപ്പോഴും പയ്യെ മയക്കം വന്നു തുടങ്ങി. ആ സമയത്താണ് മണവാളം വന്നത്, ആ സമയത്താണ് യേശുക്രിസ്തു വന്നത്. അയ്യോ, എന്ത് സങ്കടകരമായി പോയി. 5 പേര് നഷ്ടപ്പെട്ടു പോയ കാര്യമല്ലേ കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഏത് സമയത്തും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഒരു പുസ്തകം വായിക്കാനിടയായി, പ്രാർത്ഥന ഉണർവ് കൊണ്ടുവരുന്നു എന്ന് ഒരു പുസ്തകം വായിക്കാനിടയായി. പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അർത്ഥന, യാചന, ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ കടന്നു എന്ന്, മേലാമുള്ള സ്വർഗീയ ഊശ്രയവാദികളിലേക്ക് കടന്നു എന്ന് നമ്മെ ബന്ധിക്കുന്നതായ പാപങ്ങളോട് യാത്ര പറഞ്ഞ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥന എത്തുവാൻ തടസ്സമായ കാര്യങ്ങളോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി എത്തുന്ന അനുഗ്രഹീതമായൊരു അനുഭവമുണ്ട്. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ പറയുകയാണ്. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വീട്ടുകാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇതും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഖണ്ഡിക വായിക്കുമ്പോൾ പറയുന്നുണ്ട്,
ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ സമ്പത്ത് തൻ്റെ വേലക്കാരെ ഏൽപ്പിച്ചു. അവനവൻ്റെ പ്രാപ്തി പോലെ ഏൽപ്പിച്ചു. ഒരുവൻ 5, ഒരുവന് 2, ഒരുവന് 1. എന്നിട്ട് കർത്താവ് യജമാനൻ മടങ്ങി വരുന്നത് വരെയും നിങ്ങൾ ഉണർന്നിരുന്ന് അത് വ്യാപാരം ചെയ്യുവിനെന്ന് കൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ എന്തുണ്ടായി? ഒരാൾ തൻ്റെ ദ്രവ്യം കുഴിച്ചിട്ടു, മറ്റവർ 2 പേരുമോ അവരെ ഉണർവോടിയിരുന്നു. ഞങ്ങളുടെ യജമാനം മടങ്ങി വരും, കണക്ക് ചോദിപ്പാൻ മടങ്ങി വരും, ഏൽപ്പിച്ചത് ചോദിക്കാൻ മടങ്ങി വരും. സഹോദരി, നിന്റെ ഭർത്താവ് എവിടെയെന്ന് കർത്താവ് ചോദിക്കുന്ന ദിവസം വരും. മകനെ, നിന്റെ മക്കൾ എവിടെയും ചോദിക്കുന്ന ദിവസം വരും. നിന്റെ മാതാപിതാക്കൾക്ക് നീ ദൈവരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ഒരു ദിവസം വരും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പോലുള്ള ഉപദേശികളോട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ പകർന്നു കൊടുത്തു എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരും. അന്ന് കണക്ക് നോക്കുമ്പോൾ കർത്താവ് വിളിക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളതായ ആ ശബ്ദം കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാം നഷ്ടമായി പോകും. അതുകൊണ്ട് ദൈവ വേലക്കാരെ ഉണർന്നിരിപ്പീൻ, കുടുംബസ്ഥരെ ഉണർന്നിരിപ്പീൻ. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കുടുംബം ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊരു സ്ഥാപനം ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ കണക്കെവിടെ? സ്തോത്രം. വീണ്ടും യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്ന് അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. വീണ്ടും ഉണർന്നിരിക്കാൻ പറയുകയാണ്. അവൻ അർദ്ധരാത്രിക്ക് വരുമോ, സന്ധ്യയ്ക്ക് വരുമോ, കോഴി കൂകുന്ന നേരത്ത് വരുമോ, രാവിലെ വരുമോ, എപ്പോൾ വരും? ആകത്തുക എന്താണ്? ഏത് സമയത്തും ഉണർന്നിരിപ്പീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രാത്രി ഉറങ്ങുമ്പോൾ, രാവിലെ ഉറങ്ങുമ്പോൾ കാവലെനിക്കായി തിരുരക്തം. സ്വപ്നമണ്ഡലത്തിന് തിരുരക്തം കാവൽ, ചിന്താമണ്ഡലത്തിന് തിരുരക്തം കാവൽ, വിചാരങ്ങൾക്ക് തിരുരക്തം കാവൽ. പ്രിയപ്പെട്ടവരെ, രാത്രി ഉറക്കത്തിൽ പ്രാണൻ വിട്ടുപോയാൽ യേശുവിൻ്റെ രാജ്യത്തിൽ, രാത്രി ഉറക്കത്തിൽ ക്രിസ്തു എന്ന് വിളിച്ചാൽ യേശുവിൻ്റെ രാജ്യത്തിൽ. അത് എപ്പോഴും അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നു. അവസാനം കർത്താവ് വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. നിങ്ങൾ ഉണർന്നിരിക്കുക. എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരു ഭാഗം കൂടി പെട്ടെന്ന് പറയാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് ശിഷ്യന്മാരോട് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അവർ 3 പേരേ ഉള്ളൂ. ഇവിടെ ഉണർന്നിരിപ്പീൻ. ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ജാഗരിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് നാം ദിവസവും രാത്രി അരമണിക്കൂർ സമയം ദൈവസന്നിധിയിൽ ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ടോ 40-ാം വാക്യം, കർത്താവ് വന്നപ്പോൾ ഉണർന്നിരിക്കുക, അവൻ ശിഷ്യന്മാരൊക്കെ ഇരുന്ന് ഉറങ്ങുക. കർത്താവ് പറഞ്ഞു, അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. നിങ്ങൾക്ക് ഒരു ജഡമുണ്ട്, അത് ബലഹീനമാണ്. അതിനെ പിടിച്ച് വലിച്ച് തിന്നു കളയുവാൻ സാത്താൻ അലറുന്ന സിംഹം പോലെ നിങ്ങളെ ചുറ്റും തിരഞ്ഞു നടക്കുന്നത് കൊണ്ട് നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. കാരണം പിശാച് നിങ്ങളെ എങ്ങനെയും നശിപ്പിക്കുവാൻ ഇതാ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാതിക്കൽ വന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം കേൾക്കുകയാണ്. വാതിക്കൽ വന്ന് പ്രിയം വന്ന് മുട്ടുകയാണ്. മണവാട്ടി പറയുന്നു, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ പ്രിയേ, എൻ്റെ മണവാട്ടിയെ, എൻ്റെ കാന്തേ, നീ എനിക്കുള്ളവളല്ലേ, നീ വന്ന് വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശബ്ദം വന്ന് വാതിക്കൽ വന്ന് മുട്ടുന്നു. കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം. നമുക്ക് യേശുവിൻ്റെ മുമ്പിൽ ഇപ്പോൾ കാതുകൾ കൂർപ്പിച്ചു നോക്കാം. കർത്താവേ, എൻ്റെ ഹൃദയവാതിക്കൽ വന്ന് യേശു വന്ന് എന്നെ വിളിക്കുകയാണോ? ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട് മകനെ, നീ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയേ എന്ന് വിളിക്കുന്ന നിനക്ക് വേണ്ടിയല്ലയോ ഞാൻ ഗോകുൽത്തായിൽ ജീവൻ തന്നത്? നീ സമയത്ത് വാതിൽ തുറന്നില്ല, എന്നാൽ നീ അവസാനം കണ്ടെത്തി. നിനക്ക് വേണ്ടി കുരിശിൽ തൊങ്ങിക്കിടക്കുന്നതിൻ്റെ രക്ഷകനെ നീ കണ്ടെത്തിയില്ലേ? ഇന്ന് ഈ ശുശ്രൂഷയിൽ നീ അത് മാത്രമാണ് കണ്ടെത്തുന്നത്. കർത്താവേ, എനിക്ക് വേണ്ടി പിടയുന്ന, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശു എന്നെ വിളിക്കുന്നു. ആ വിളി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക.
കർത്താവേ, ഞാൻ ഉണർന്നിരിക്കും, ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും, നിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, നിന്റെ മാത്രം വക പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കാലവന്ത്യത്തിലേക്ക് പോകുമ്പോൾ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും എല്ലാം കേൾക്കുമ്പോൾ ഇതിലേക്ക് ഒന്നും നോക്കാതെ ഞങ്ങളുടെ മണവാളിനെ വരെ നോക്കി പാർത്തിരിക്കുന്നതായ ഒരു കൂട്ടം വിശുദ്ധരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഏൽപ്പിച്ചതായ താലന്ത് വ്യാപാരം ചെയ്യുന്ന കർത്താവേ, നല്ലവനും വിശ്വസ്തരുമായ ദാസരാക്കി ഞങ്ങൾ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവിടുത്തെ നാമം മാത്രം മഹത്വം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.